എങ്ങോട്ടാ കാർത്തിയേട്ടൻ നമ്മളെ പോകുന്നത്? ഈ ഭൂമിയുടെ അറ്റം വരെ പോയാലോ? എന്താ? നമുക്ക് എവിടെയെങ്കിലും പോവാം മീനാക്ഷി. തൻ്റെ മൂഡൗട്ട് മാറണം. അപശകുനങ്ങളും ദുർനിമിത്തങ്ങളുമൊക്കെ അനവധി പ്രാവശ്യം കണ്ടിട്ടും ഇതുവരെ ഇതിനൊരു പ്രതിവിധി തേടാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ക്ഷമിക്കണം സ്വാമി. അത് ഇതിനൊന്നും അമ്മ അറുത്തു മുറിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല തിരുമേനി. തീരുമാനമെടുക്കണം. കൊച്ചുമകന്റെ ഭാര്യയായി പോയി എന്ന് കരുതി തീരുമാനം വൈകരുത്. കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ആ സ്ത്രീ ഇരുട്ടാണ്. ഇരുട്ടിന്റെ ശക്തി, പിശാച് എന്നൊക്കെ പറയാം. അപകടവും മരണവും അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ദുർമരണം നടന്നു കഴിഞ്ഞു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് സ്വാമി. ഇവിടെയാണ് ഞാൻ ഈ ചെമ്പതമംഗലത്തിന്റെ നിധിയായി ഉടവാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ ഉടവാള് നഷ്ടപ്പെട്ടതോടെയാണ് എന്റെ മകന്റെ ജീവനം നഷ്ടപ്പെട്ടത്. നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാ. അനുഭവങ്ങൾ ഏറെയുണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നറിയുന്നത് വളരെ കഷ്ടമാണ്. കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു. മീനാക്ഷി, എന്താടോ താൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്? താൻ എന്തെങ്കിലും പറയടോ. കാർത്തിയേട്ടൻ വണ്ടി ഓടിക്കല്ലേ? അതിനെന്താ?